ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ റെസ്പോൺസിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്റ്റെയിൻ ദ റെസ്പോൺസ് ഓഫ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് g of s is equal to 4 by s into s plus 5 and when the input is unit step. ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് g of s നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിനെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ c of s by r of s is equal to എന്താണ്? g of s by 1 plus g of s into h of s ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റി ഫീഡ്ബാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് അവിടെ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ആണ് അവിടെ വരുന്നത്. നമുക്കിവിടെ ഈ ജി ഓഫ് എസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എസ് എന്ന് പറയുന്നത് 4 by s into s plus 5 ആണല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4 by s into s plus 5 by 1 plus 4 by s into s plus 5 നമുക്കവിടെ വരും. ഇനി നമ്മളോട് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ടേമിലൂടെ എൽ സി എം എടുക്കാം. അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ 4 by s into s plus 5 by ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ എസ് ഇൻറ്റു എസ് പ്ലസ് 5 പ്ലസ് 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 5 നമുക്കവിടെ വരും. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ബാക്കി എന്ത് വരും? 4 ബൈ ഈ ടേം അവിടെ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 നമുക്കവിടെ വരും. അതിന് ശേഷം നമ്മളിവിടെ എന്താണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 നമുക്കവിടെ വരും. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സി ഓഫ് എസ് നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ സി ഓഫ് എസ് കണ്ടുപിടിക്കാൻ നമ്മളവിടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഈ ആർ ഓഫ് എസ് ഉണ്ടല്ലോ, ഈ ആർ ഓഫ് എസ് നമ്മളവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ 4 ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആർ ഓഫ് എസ് നമ്മൾ എന്താണ് ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരുമ്പോൾ സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു 4 ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 നമുക്കവിടെ വരും. ആൻഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ. അതായത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ആർ ഓഫ് എസ് അതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് 1 ബൈ എസ് നമുക്കവിടെ വരും. അപ്പോൾ ഇത് ആർ ഓഫ് എസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ബൈ എസ് ഇൻറ്റു 4 ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 നമുക്കവിടെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 നമുക്കവിടെ കിട്ടി. ഇതാണ് നമ്മുടെ സി ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സി ഓഫ് എസ് കിട്ടി. സി ഓഫ് എസ് എന്ന് പറയുന്നത് 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 ആണ്. നമുക്കിവിടെ റെസ്പോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 പ്ലസ് സി ബൈ എസ് പ്ലസ് 4 നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മളിവിടെ ഈ എ ബി സി നമ്മളിവിടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എ ഇസ് ഈക്വൽ ടു എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എയുടെ ഡിനോമിനേറ്റർ എസ് ആണ് വരുന്നത്. ഈ എസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സി ഓഫ് എസിനെ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എസ് ഇൻറ്റു 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 1 നമുക്കവിടെ വരും. അവിടെ ഈ എസ് നമുക്കവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം എസ് ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വരും? ഇവിടെ 0 ഇട്ട് കൊടുക്കുക, ഇതിലും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് എയുടെ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാനായിട്ട് ബിയുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് പ്ലസ് 1 ആണ്. ഈ എസ് പ്ലസ് 1 വെച്ചിട്ട് നമ്മൾ ഈ ഒരു സി ഓഫ് എസ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. എസ് പ്ലസ് 1 ഇൻറ്റു 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 നമുക്കവിടെ വരും. അപ്പോൾ നമുക്കവിടെ എസ് പ്ലസ് 1ന് നമുക്കവിടെ വെട്ടിക്കളയാം. അതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ എസ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 നമുക്ക് കൊടുക്കുമ്പോൾ വാല്യൂ വരുന്നത് എന്താ? എസ് ഇസ് ഈക്വൽ ടു -1 അല്ലേ. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു -1. അതായത് ബിയുടെ ഡിനോമിനേറ്റർ എന്തായിരുന്നു? എസ് പ്ലസ് 1. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു -1 വരും. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും? 4 ബൈ -1 ഇൻറ്റു 3 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ബൈ 3. ഇനി സി കണ്ടുപിടിക്കാനായിട്ട് സിയുടെ ഡിനോമിനേറ്റർ എസ് പ്ലസ് 4 ആണ് വരുന്നത്. അപ്പോൾ അവിടെ എസ് പ്ലസ് 4 ഇൻറ്റു നമ്മൾ ഈ സി ഓഫ് എസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 4 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 നമുക്കവിടെ വരും. അപ്പോൾ അതിനുശേഷം നമുക്കവിടെ എസ് പ്ലസ് 4 അവിടെ വെട്ടിക്കളയാം. ഇനി നമ്മളവിടെ എസ് പ്ലസ് 4 നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എസ് പ്ലസ് 4 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു -4 നമുക്കവിടെ വരും. ആ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ബൈ -4 ഇൻറ്റു -3 എന്ന് വരും. അതായത് 4 ബൈ 12 എന്ന് പറയുന്നത് എത്രയാണ്? 1 ബൈ 3.
ഇതാണ് എ ബി സി നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസ് നമ്മൾ ഇതിൽ സി ഓഫ് എസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ 1/s മൈനസ് 4/3 1/s പ്ലസ് 1 പ്ലസ് 1/3 1/s പ്ലസ് 4 നമുക്കവിടെ വരും. നമുക്ക് റെസ്പോൺസ് സി ഓഫ് എസ് നമുക്കവിടെ കിട്ടി. അതായത് 1/s മൈനസ് 4/3s പ്ലസ് 1 പ്ലസ് 1/3s പ്ലസ് 4 ആണ് നമുക്ക് കിട്ടിയത്. നമുക്കവിടെ റെസ്പോൺസ് ഇൻ ടൈം ഡൊമൈൻ, അതായത് സി ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കണം. സി ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച സി ഓഫ് എസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുകയാണ്. നമ്മൾ ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ 1/s ആ ടേമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 മൈനസ് 4/3 നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ 1/s പ്ലസ് 1 എന്ന് പറയുമ്പോൾ അതിൽ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ ഇവിടെ കണ്ട എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ എന്ന് പറയുന്നത് e⁻⁻⁸ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്താണ് ഇവിടെ 1 വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് വരും? e⁻⁻t നമുക്കവിടെ വരും. അതായത് എയുടെ സ്ഥാനത്ത് അവിടെ 1 വരുന്നു, അപ്പോൾ അവിടെ -80 ആണ് വരുന്നത് അല്ലേ. e⁻⁻t നമുക്കവിടെ വരും. 4/3 e⁻⁻t എന്ന് വരും ഈ സെക്കൻഡ് ടേമിൻ്റെ. ആൻഡ് തേർഡ് ടേമിൻ്റെ 1/3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ മാറ്റി നിർത്തി. ആൻഡ് ഇവിടെ എയുടെ സ്ഥാനത്ത് 4 ആണ് വരുന്നത്. സോ അവിടെ e⁻⁻4t നമുക്കവിടെ വരും. ഇതാണ് ടൈം ഡൊമൈനിലുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. സി ഓഫ് ടി is equal to 1 minus 4/3 പ്ലസ് 1/3 അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുക.